കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നാം നൽകേണ്ടത് ഫ്രീ ചോയ്സാണ്. ഫ്രീ ചോയ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം. പലപ്പോഴും കുട്ടികൾക്ക് അത് ലഭിക്കുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് അവരുടേതായ ഒരുപാട് ഇഷ്ടങ്ങളും ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടാകാം. ഉദാഹരണത്തിനാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് രക്ഷിതാക്കളാണെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അനുഭവം, ചെറിയ കുട്ടികൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മളൊരു 2 വയസ്സായ കുട്ടിയെ ഭക്ഷണം കഴിക്കുന്ന, അല്ലെങ്കിൽ ഒരു 3 വയസ്സായ കുട്ടിയെ ഭക്ഷണം കഴിക്കുന്ന ഒരു രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭക്ഷണം നമ്മളൊരു പാത്രത്തിൽ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന് നമ്മൾ ചില സമയത്ത് നമ്മളായിരിക്കും കുട്ടിയുടെ വായിലേക്ക് ഭക്ഷണം ഇങ്ങനെ ഉരുളകളാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും. ഒരു ഉരുള വായിൽ വെച്ചാൽ കുട്ടി ചില സമയത്ത് ഓടിക്കളിച്ച് ഒരു റൗണ്ടൊക്കെ ഓടിക്കളിച്ചിട്ട് ഓടി വന്നിട്ടായിരിക്കും അടുത്ത ഒരു ഉരുള വായിലേക്ക് വെക്കുന്നത്. അത് വായിൽ വെച്ചതിന് ശേഷം വീണ്ടും കുട്ടി ഒന്ന് ഓടി ആ കുട്ടി ഓടിക്കളിച്ചതിന് ശേഷം വീണ്ടും ഓടി വന്ന് അടുത്ത ഉരുള നമ്മൾ വായിൽ വെക്കും. അതിനിടയിൽ അമ്മക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ അമ്മ പറയും, ഇനി നീ കഴിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മളവിടെ ആ ഭക്ഷണം കൊടുക്കുന്ന ശ്രമം ഉപേക്ഷിച്ച് പോകാനാണ് പതിവ്. യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ഇങ്ങനെ ചെറിയ പ്രായത്തിൽ ഇത്തരം ചില ചോയ്സുകൾ അവർക്കുണ്ടാവും. ആ ചോയ്സുകളെ നമ്മൾ പരിഗണിക്കണം. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ സ്കൂളുകളിൽ ഇപ്പോൾ ട്രഡീഷണൽ ക്ലാസ് റൂമുകളിൽ പോയി കഴിഞ്ഞാൽ സാധാരണ ട്രഡീഷണലായിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ പോകുന്നു. ഒരു കുട്ടി ക്ലാസ്സിൽ പോയിട്ട് ടീച്ചർ ക്ലാസ് റൂമിലേക്ക് വരികയാണ്. ടീച്ചർ വന്നിട്ട് പറയുകയാണ്, മാഡം എനിക്കിന്ന് നമുക്ക് മാത്സ് പഠിക്കാം. ടീച്ചർ പറയുകയാണ്, വിദ്യാർത്ഥികളെ നമുക്കിന്ന് മാത്സ് പഠിക്കാം. ഒരു കുട്ടി എന്നിട്ട് പറയുകയാണ്, മാഡം സോറി ഇന്ന് നമുക്ക് മാത്സ് വേണ്ട, ഇന്ന് നമുക്ക് മലയാളമാവാം. ടീച്ചർ 2 ഷൗട്ട് ചെയ്യും, മിണ്ടാതിരുന്നോളാം, എന്ത് പഠിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് ടീച്ചർ അവിടെ കുട്ടിയോട് പറയാണ്. കുട്ടിക്ക് അവിടെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇല്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഉദാഹരണത്തിനാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പോകുന്നൊരു കുട്ടി പറയാണ് അച്ഛനോട്, അച്ഛാ എനിക്ക് കൊമേഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ട്. അച്ഛൻ പറയാണ്, നീ കൊമേഴ്സ് പഠിക്കണ്ട, എനിക്ക് നിന്നെ ഒരു ഡോക്ടറായി കാണണം, അതുകൊണ്ട് നീ മെഡിക്കൽ ഫീൽഡിലേക്ക് പോയാൽ മതി, അതുകൊണ്ട് നീ സയൻസ് എടുക്കണം. ആ കുട്ടിയെ നിർബന്ധിപ്പിച്ച് സയൻസ് എടുക്കുകയാണ്. ഏതുപോലെ ഒരു ചക്ക മരത്തിൽ കയറിയാൽ ചക്ക പറിക്കാം, മാവിൽ കയറിയാൽ മാങ്ങ പറിക്കാം. ഒരു കുട്ടിയെ മാവിൽ കയറ്റിയിട്ട് ചക്ക പറിക്കാൻ വേണ്ടി പറയുന്നത് പോലെ അവനിക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുക്കാൻ പോലും അവിടെ ചോയ്സ് അവനിക്ക് വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ പല വിദ്യാർത്ഥികളും അവരുടെ ജീവിതം പാതി വഴിയിൽ, അഥവാ അവരുടെ കരിയർ സ്വപ്നങ്ങളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കാണാം. എന്നാൽ മറിയാം മോണ്ടിസോറിയുടെ മോണ്ടിസോറി മെത്തേഡിൽ ഇതിന് പൂർണ്ണമായി വിഭിന്നമായിട്ടാണ് മറിയാം മോണ്ടിസോറി പ്രിൻസിപ്പിൾ പോകുന്നത്. ഫ്രീ ചോയ്സാണ്. കുട്ടിക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം, ഇഷ്ടമുള്ള അവിടെ ആ ക്ലാസ് റൂമുകളിൽ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളില്ല. കുട്ടി അന്ന് ക്ലാസ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടി പറയാണ്, മാഡം എനിക്ക് ഇന്ന് ഇന്ന മെറ്റീരിയലാണ് പഠിക്കേണ്ടത്. ആ കുട്ടിക്ക് ആ മെറ്റീരിയൽ പഠിക്കണമെങ്കിൽ ആ മെറ്റീരിയൽ എടുക്കാം, അതിൽ വർക്ക് ചെയ്യാം. അതിനാവശ്യമായ സമയം, മതിയായ സമയം, അവരുടേതായ പേസിൽ, വേഗതയിൽ അത്രമാത്രം സമയമെടുത്ത് പഠിക്കാനും അതിനെ കൂടുതൽ റിസർച്ച് ചെയ്യാനും. ഇനിയിപ്പോൾ ആ കുട്ടി അന്ന് പറയാണ്, ഇന്ന് ഞാൻ പഠിക്കുന്നില്ല, ഞാൻ ഇന്ന് ജസ്റ്റ് മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന വർക്കിനെ ഞാൻ ഒബ്സർവ് ചെയ്യാണ്, ടുഡേ ഐ ആം ഒബ്സർവിങ് ഓൺലി എന്ന് കുട്ടി പറയുകയാണെങ്കിൽ കുട്ടിക്ക് അതിനുള്ള ആ ഒരു അവസരവും അവിടെയുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുക്കാനും ഇഷ്ടമുള്ള രീതിയിൽ അത് ഉപയോഗിക്കാനുമുള്ള ഒരു ചോയ്സ് അവിടെ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ മോണ്ടിസോറി മെത്തേഡിൽ ശരിക്കും ഇന്ന് ലോകവ്യാപകമായിട്ട് ഈ മോണ്ടിസോറി മെത്തേഡ് ആക്സെപ്റ്റബിൾ ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ മറിയാം മോണ്ടിസോറി കൊണ്ടുവന്ന ഇത്തരം പ്രിൻസിപ്പിളൊക്കെ വളരെ 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 കുട്ടികൾക്ക് യൂസ്ഫുൾ ആവത്തക്ക രീതിയിലുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രിൻസിപ്പിൾ, ഒരുപാട് സൈക്കോളജികളും മോണ്ടിസോറി കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, അതൊക്കെ അവസരങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മോണ്ടിസോറി കോഴ്സുകളും അതേപോലെ ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇത്തരം കോൺസെപ്റ്റുകളൊക്കെ അത്തരം ട്രെയിനിങ്ങുകളിലൂടെയും അത്തരം കോഴ്സുകളിലൂടെയും നിങ്ങൾക്ക് പഠിക്കാം. അതിനുവേണ്ടി നമ്മോടൊപ്പം ചേരാൻ വേണ്ടി എല്ലാവരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.